ഈ ഇൻഡിഗോ സർവീസുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ കടുത്ത നടപടിയിലേക്ക് സർക്കാർ പോകും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇൻഡിഗോ സർവീസ് വളരെ പെട്ടെന്ന് നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് യാത്രക്കാരെ അത് ദോഷകരമായിട്ട് ബാധിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇൻഡിഗോയുടെ 10% സർവീസ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നുവെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രതിസന്ധി വളരെ ബോധപൂർവമായി സൃഷ്ടിച്ചതാണ് എന്നത് സംബന്ധിച്ചാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇൻഡിഗോയുടെ സിഇഒയെ തന്നെ പുറത്താക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ജിഷ്ണു കൃഷ്ണൻ ഒരിക്കൽ കൂടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ജിഷ്ണു, ഈ ഇൻഡിഗോ സർവീസുകൾ ഇങ്ങനെ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വലിയ തോതിലുള്ള പ്രതിസന്ധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യാത്രക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ സിഇഒയെ തന്നെ പുറത്താക്കുന്നതിനെ പറ്റിയുള്ള ആലോചനകൾ തുടങ്ങിയോ? മാത്രമല്ല വളരെ ബോധപൂർവം സൃഷ്ടിച്ചതാണ് ഈ പ്രതിസന്ധി എന്നിപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനം എന്താണ് ജിഷ്ണു? ഗൗതം, കഴിഞ്ഞ 10 ദിവസത്തിലധികമായി ഇൻഡിഗോ വിമാന സർവീസുകളിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ട്, അത് കാരണം ഒരു ദിവസം ശരാശരി 500-ലധികം സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെല്ലാം അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. യാത്രക്കാർ കൂട്ടത്തോടെ പരാതിയുമായി എത്തി. 6 ലക്ഷത്തിൽ കൂടുതൽ ടിക്കറ്റുകൾ ഇതിനോടകം ഇൻഡിഗോയ്ക്ക് റദ്ദാക്കേണ്ടി വന്നു. ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യം വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയത് ഈ റദ്ദാക്കിയ ടിക്കറ്റുകൾക്ക് മുഴുവൻ തുകയും അതിവേഗത്തിൽ റീഫണ്ട് നൽകണം എന്നുള്ളതാണ്. അതനുസരിച്ച് 8 കോടിയിലധികം രൂപ ഇതിനോടകം തന്നെ റീഫണ്ട് ഇനത്തിൽ യാത്രക്കാർക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട്. കൂടാതെ 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സർവീസുകൾ സാധാരണഗതിയിലേക്കാക്കും എന്ന് കഴിഞ്ഞ ദിവസം ഇൻഡിഗോ അവകാശപ്പെട്ടിരുന്നെങ്കിലും അതിനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് DGCA രൂപീകരിച്ച വിദഗ്ധ സമിതി ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അത് പരിശോധിച്ച ശേഷവും ഒപ്പം കാര്യങ്ങൾ വിശദമായി നിർണായകമായിട്ടുള്ള മനസ്സിലാക്കുന്നത് സിഇഒയെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടന്നേക്കാം. കാരണം ഈ ഒരു വിഷയം, ഈ ഒരു പ്രതിസന്ധി ഇൻഡിഗോ മനഃപൂർവ്വം വരുത്തി വെച്ചതാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം DGCA വളരെ കുറച്ചു മുമ്പ് ഒരു മാനദണ്ഡങ്ങൾ, സുരക്ഷാ മാനദണ്ഡങ്ങൾ, രാജ്യത്തെ വിമാന സർവീസുകളിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിരുന്നു. അതിന് പ്രകാരം കൂടുതൽ ജീവനക്കാരെ, പൈലറ്റ് ഉൾപ്പെടെ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കുന്നതിലും ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനുമുള്ള തയ്യാറെടുപ്പുകൾ നടത്താതെ ഒരു മനഃപൂർവ്വം ഈ പ്രശ്നത്തിലേക്കാണ് ഇൻഡിഗോ പോയിട്ടുള്ളത്. DGCA പുറപ്പെടുവിച്ച മാനദണ്ഡ പ്രകാരം എയർ ഇന്ത്യ അവരുടെ പൈലറ്റുമാരുടെ എണ്ണം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു, ജീവനക്കാരെ കൂടുതലായി നിയോഗിച്ചു, ക്രമീകരണങ്ങൾ അതിനനുസരിച്ച് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ മറ്റ് എയർലൈൻസുകൾക്ക് ഇത് ബാധിച്ചിട്ടില്ല. ശരിയാണ്, ഇൻഡിഗോയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിമാന സർവീസുകൾ നടത്തുന്നത്. എങ്കിൽ പോലും അവർ ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാത്തതാണ് ഈ വീഴ്ചയിലേക്ക് പോയത്. അത്തരം ക്രമീകരണം ഒരുക്കുമ്പോൾ കൂടുതൽ പൈലറ്റുമാരെ നിയോഗിക്കേണ്ടി വരും, അതിന് അധിക ചെലവ് വരും. അത് കണക്കിലെടുത്തുകൊണ്ട് ഇൻഡിഗോ അത് ഒഴിവാക്കിയതാണ്, അല്ലെങ്കിൽ അത് അത്തരം നിർദ്ദേശങ്ങൾ ഗൗരവത്തിലെടുത്ത് അത് നടപ്പാക്കാത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കടുത്ത നടപടി ഇൻഡിഗോയ്ക്കെതിരെ ഉണ്ടാകും. അതിന്റെ ആദ്യ ഭാഗമായാണ് ഇൻഡിഗോയുടെ 10% സർവീസുകൾ ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം ഇന്നലെ വെട്ടിക്കുറച്ചിട്ടുള്ളത്. ആ റൂട്ടുകളിൽ ഇനി മറ്റ് എയർലൈൻസുകൾക്ക് സർവീസ് നടത്താനുള്ള അനുമതി ഉണ്ടാകും. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്നുവെങ്കിൽ പോലും അവരുടെ സർവീസുകൾ വെട്ടിക്കുറച്ചുകൊണ്ടും കമ്പനിക്കെതിരെ കടുത്ത നടപടിയെടുത്തുകൊണ്ടുമാകും ഈ പ്രതിസന്ധിക്ക് വ്യോമയാന മന്ത്രാലയം നടപടി സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ടിക്കറ്റ് മുഴുവനായും റീഫണ്ട് ചെയ്യണമെന്ന കർശന നിർദ്ദേശവും വ്യോമയാന മന്ത്രാലയം. ഈ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഇൻഡിഗോ കമ്പനിക്കെതിരെ ശക്തമായ നിലപാട് ഇതിനകം തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം സ്വീകരിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ബോധപൂർവം സൃഷ്ടിച്ചതാണ് എന്ന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ സിഇഒയെ ഉൾപ്പെടെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടിയെപ്പറ്റി കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു